ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഡിപ്രീസിയേഷൻ നോക്കാം. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. സിംഗാനിയ ആൻഡ് ബ്രോസ് പർച്ചേസ്ഡ് എ പ്ലാൻ ഫോർ ₹5 lakh on April 1st, 2017 and spent ₹50,000 for its installation. Salvage value of the plant after its useful life of 10 years is estimated to be ₹10,000. റെക്കോർഡ്സ്, ജേർണൽ എൻട്രീസ് ആൻഡ് ഡ്രോ പ്ലാന്റ് ആൻഡ് അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മളുടെ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുവാണ്. അത് നമ്മൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് റെക്കോർഡ് ചെയ്യുവാണ്. ഡേറ്റിൽ നമ്മൾ ഡേറ്റ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്? ആ കൺസേൺഡ് അസറ്റ് ടു ബാങ്ക് ഓർ ക്യാഷ്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ആണ് പർച്ചേസ് ചെയ്തത്. സോ പ്ലാന്റ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് എത്ര? 5 lakhനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. സോ ഈ ഒരു എൻട്രിയുടെ കൂടെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചാർജും കൂടെ ചേർത്ത് 5,50,000 എഴുതിയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇവിടെ രണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ എൻട്രി ആയിട്ട് നമുക്ക് എഴുതാം. സോ രണ്ടാമത്തെ എൻട്രി ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് തന്നെയാണ്, ഇൻസ്റ്റലേഷനാണ് രണ്ടാമത് വീണ്ടും എഴുതിയേക്കുന്നത്. തന്നെ അടുത്തത് എന്താണ്? ഇയർ എൻഡിലാണ് ഇവിടെ ഡിപ്രീസിയേഷൻ അവർ ചാർജ് ചെയ്തിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് ആഡ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ദെൻ എന്താ സാൽവേജ് വാല്യൂ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് യൂസ്ഫുൾ ലൈഫ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 54,000 നമുക്ക് കിട്ടും. സോ അങ്ങനെ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടിയത് 54,000 ആണ്. ഡിപ്രീസിയേഷൻ നമ്മളെങ്ങനെ? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ജേർണൽ എൻട്രി വരും. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇട്ടിട്ട് പ്ലാന്റ് 54,000. സോ ഈ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷന് ഡെബിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടിട്ട് ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള എമൗണ്ട് 54,000. സോ നമ്മളിനി ബുക്സിൽ ഇത്രയും നേരം റെക്കോർഡ് ചെയ്തു. ഇനി നമ്മുടെ കൺസേൺഡ് അസറ്റ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. സോ പ്ലാന്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ പർച്ചേസ് ചെയ്തത് കാണിക്കുന്നു. പർച്ചേസ് ചെയ്തത് പ്ലാന്റ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്കാണ്. സോ ബാങ്കിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു 5 lakh. ഞാൻ നേരത്തെ പറയുന്ന കണക്ക് ഇൻസ്റ്റലേഷൻ ചാർജും കൂടെ ചേർത്ത് 5,50,000 എഴുതുകയോ അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക, എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഇഷ്ടം. തന്നെ എന്താണ്? നമ്മൾ ഡിപ്രീസിയേഷനാണ് റെക്കോർഡ് ചെയ്യുന്നത്. എങ്ങനെയാ? സോ ഡിപ്രീസിയേഷൻ നമ്മൾ കാണിച്ചു. ഡിപ്രീസിയേഷൻ നമ്മൾ ഇയർ എൻഡിലല്ലേ കാൽക്കുലേറ്റ് ചെയ്തേ? ആ ഒരു ഡേറ്റും കൂടെ എഴുതുക. എന്നിട്ട് ഏതാണ്? March 31st, 2017 കാണിച്ചിട്ട് ഡിപ്രീസിയേഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഡ്രോ ഡൗൺ ചെയ്യുന്നു. നെക്സ്റ്റ് ഇയറിൽ 4,96,000 കിട്ടി. ഈ എത്ര വർഷമാണ്? 3 വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ എന്താണ്? ഫിക്സഡ് ആണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതും ഫുൾ ഇയറിൽ. സോ എന്താ? സോ നെക്സ്റ്റ് ഇയറിലും എന്താ? 54,000 ആണ്. വീണ്ടും നമ്മളേക്ക് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു. നെക്സ്റ്റ് ഇയറിൽ ബ്രോ ഡൗൺ ചെയ്യുന്നു. പിന്നെ നമ്മുടെ മൂന്നാമത്തെ വർഷത്തിൽ എന്താണ്? ഡിപ്രീസിയേഷൻ 54,000 ആണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോ ഡൗൺ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ അസറ്റ് അക്കൗണ്ട് ആയിട്ടുള്ള പ്ലാന്റ് അക്കൗണ്ട് നമ്മൾ ഇതാക്കുന്നത്. നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷനാണ് റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ദെൻ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എന്താ? ആ പ്ലാന്റ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എവിടെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അതേപോലെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലും പ്ലാന്റിൻ്റെ എങ്ങനെയാ? നമ്മുടെ പ്ലാന്റ് അക്കൗണ്ടിനകത്ത് നമ്മളെങ്ങനെയാണ്? ഡിപ്രീസിയേഷൻ ടു പ്ലാന്റ് എന്നല്ല എഴുതിയേ. സോ ഡിപ്രീസിയേഷനകത്ത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു പ്ലാന്റ് എന്നും പറഞ്ഞ് 54,000 3 വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. അതേപോലെ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു. അത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നും പറഞ്ഞ് കാണിക്കും.